5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഞാനല്പം വൈകിയോ? അല്പമൊന്നുമല്ല, ഒരുപാട് വൈകി. ചില ദിവസങ്ങളിലെ രാവിലെ അച്ഛന്റെ അമ്മയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടാവും. അപ്പൻ ഒരു വഴിക്ക് ക്ലാസ് എടുക്കും. അപ്പം പറയും, നീ ഈ വഴിക്ക് പോണം, ഇതാണ് നിന്റെ വഴി. അത് കേട്ടിട്ട് അമ്മയുടെ ഉപദേശം വേറെ, ആ വഴി കുഴപ്പമാണ് മോനെ, നീ ഈ വഴിയെ പോണം. ഇതാണ് പതിവ് കലാപരിപാടി. എന്നിട്ട് നീ ഏത് വഴി തെരഞ്ഞെടുത്തു? അമ്മ പറഞ്ഞ വഴിയോ അതോ അച്ഛൻ പറഞ്ഞ വഴിയോ? ആ, 2 വഴിയിലൂടെ നടക്കുകയാണ്. ഇപ്പോഴും ഏത് വഴി ഉറപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏത് വഴി നടന്നാലുവേ വഴിയാധാരാവാതെ സൂക്ഷിച്ചാ മതി. അത് നിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. നീ എന്നെ വഴിയാധാരമാക്കി പോവാതിരുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കോഴ്സ് കഴിയട്ടെ. പിന്നെ ആ വള എവിടെ? ഓ, അത് ഞാൻ കളഞ്ഞു. കളഞ്ഞെന്നോ? അതെന്തിനാ കളഞ്ഞ? അത് വെറും മുക്കുകൊണ്ടല്ലേ. മുക്കുവണ്ടം കൊണ്ടുവന്ന് സ്വർണോന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിച്ചതിന് അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ വിട്ടതേ ഭാഗ്യം. അത് കയ്യിൽ വെച്ചിട്ട് ഇനിയും വല്ല അബദ്ധത്തിലും ചെന്ന് ചാടണ്ടെന്ന് വിചാരിച്ച് ഞാനത് കളഞ്ഞു. എവിടെയാ കളഞ്ഞേ? അത് പുഴയിൽ കളഞ്ഞു. ഓ, എന്തായാലും നിന്റെ കുടുംബക്കാരെ സമ്മതിക്കണം. മുക്കുവണ്ടം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വരെ കുടുംബപ്പേര് കൊത്തി വെച്ചിരിക്കുക. കുടുംബപ്പേരോ? ആരുടെ കുടുംബപ്പേര്? നിന്റെ, അല്ലാതെ ആരുടെ? എന്തായിരുന്നു അത്? തട്ടാശ്ശേരി. നിന്റെ കുടുംബമല്ലേ അത്? എന്റെ കുടുംബോ? എന്താ അതില് കൊത്തിയിരുന്ന്? തട്ടാശ്ശേരി. എന്താ നിന്റെ കുടുംബമല്ലേ? ആ, അത് എന്റെ മുത്തശ്ശിയുടെ, അല്ല അച്ഛന്റെ അമ്മയുടെ, അല്ല അച്ഛന്റെ അമ്മയുടെ കുടുംബമാ. അതാ ചോദിച്ചേ. ഓ, എന്നാലും നീ അത് എറിഞ്ഞു കളയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഓ, വെറും മുക്കുകൊണ്ടല്ലേ, അതങ്ങ് പോട്ടെ. അല്ല, നീ ഇപ്പൊ എന്തിനാ ആ വള വിൽക്കാൻ കൊണ്ടുവന്നേ? അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണോന്ന്. അതിനു വേണ്ടിട്ടാ. അമ്മ എനിക്ക് കുറെ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. മുത്തശ്ശിയുടെ സ്വർണവും കുറെ ഉണ്ട്. അപ്പൊ അതിന്ന് പറഞ്ഞ എടുത്തതാ ഞാൻ. പക്ഷെ എടുത്തതിപ്പം ഇങ്ങനെയായിപ്പോയി. എന്തായാലും നീ അത് എറിഞ്ഞു കളഞ്ഞത് വലിയ കഷ്ടമായി പോയേ. അത് പോട്ടെന്നേ. സ്വർണ്ണ ഇട്ടിരിക്കുന്ന പെട്ടിയിൽ മുക്കുവണ്ടം വെച്ചാലേ സ്വർണത്തിന്റെ മാറ്റ് കുറഞ്ഞു പോകുന്ന അറിവുള്ളവർ പറയുന്നേ. അതുകൊണ്ട് ആ വള ഞാൻ കളഞ്ഞതേ നല്ലതാണെന്ന് വിചാരിക്കും. ശരി, അത് നല്ലതാണെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഈ പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? നിനക്ക് എത്ര രൂപ വേണം? അതിപ്പോ എനിക്കൊരു 75,000 രൂപ വേണം. നീ വിഷമിക്കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. സത്യം? സത്യം. താങ്ക് യു കിഷ. വാ കേറ്, ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. ശരി. നമസ്തേ. മുഖത്ത് നോക്കിയാൽ എന്തോ ചില പുതിയ നീക്കങ്ങൾ ആരംഭിച്ചതായിട്ട് തോന്നുന്നു. ശരിയാണോ? ശതാക്ഷരി സ്വാമികൾ ഊഹിച്ചത് ശരിയാണ്. ജീവിതത്തിൽ നാളെ മുതൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഈ പ്രായത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം. എന്താണ് പുതിയ അധ്യായം? തൊഴിലെടുക്കാൻ തീരുമാനിച്ചു. തൊഴിലെടുത്ത് ജീവിക്കാം. എന്തു തൊഴിലാണ്? എവിടെയാണ്? ഇവിടെ തന്നെ, ഒരു ഹോട്ടൽ തൊഴിലാളി. സപ്ലൈ മുതൽ ക്ലീനിങ് വരെ. അത് വേണോ? നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ച പോരെ? ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആവേശം, സിസ്റ്റം, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ദേവൂട്ടിയെ കണ്ടിട്ടാ. പൂക്കടയിൽ മറ്റൊന്നിലും ശ്രദ്ധയില്ലാതെ ജോലിയിൽ ശ്രദ്ധിച്ച് വളരെ ചിട്ടയോടെ എല്ലാം ചെയ്യുന്നൊരവസ്ഥ. അത്
അത് കണ്ടപ്പോൾ എനിക്കും താല്പര്യമായി. പൂക്കടയും ഹോട്ടൽ ജോലിയും രണ്ടാണ്. സ്വന്തം കടയിൽ സ്വയം മറന്ന് ജോലി ചെയ്യുന്നത് പോലെയല്ല മറ്റൊരാളിന്റെ കടയിൽ പോയി കൂലിക്ക് ജോലി ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു തൊഴിലാണിത്. അതിൻ്റെ ഒരു ത്രില്ലുണ്ട് എനിക്ക്. സദാശിവ സ്വാമിക്ക് അറിയാമോ, എൻ്റെ ജീവിതം വളരെ ഇടുങ്ങിയ വഴികളിലൂടെയായിരുന്നു. അമ്മയും തമ്പിയച്ചനും ഒക്കെ നയിച്ചുകൊണ്ട് പോയ വഴികൾ. എനിക്ക് അതിലൊരു റോളും ഉണ്ടായിരുന്നില്ല. ഒരു തീരുമാനവും എൻ്റേതായിരുന്നില്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന റബ്ബർ പന്ത് പോലെയുള്ള അവസ്ഥ. താഴ്ന്ന നിലയിലുള്ളവരുടെ കാര്യങ്ങൾ അറിയാത്ത ജീവിതം. അതൊരു മടുപ്പൻ ജീവിതമായിരുന്നു. അതൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരമെന്ന് ആരോ എഴുതിയിട്ടുണ്ട്. ഒരു കണക്കിൽ ഇത്തരം തൊഴിലുകൾ എടുക്കുന്നത് നല്ലതാണ്. അറിയാത്ത ജീവിത വഴികൾ അറിയാൻ പറ്റും. പ്രണാമം. ഇവിടെ പുതിയൊരു വിശേഷം അറിയിക്കാൻ വന്നിരിക്കുകയാണ്. പുതിയ ജോലി അല്ലേ? അതെ. സദാശിവ സ്വാമിക്ക് അത്ര അനുകൂല മനസ്സില്ല. സ്വാമിയിലും ശരിയുണ്ട്. പക്ഷേ ഒരു ജോലിയും മറ്റൊരു ജോലിയേക്കാൾ കുറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. ജോലിയുടെ മേന്മയും കുറവും ഒക്കെ ജോലി എടുക്കുന്നവന്റെ മനസ്സാണ് നിശ്ചയിക്കുന്നത്. മേന്മയെന്ന് ചിന്തിച്ചാൽ മേന്മയാണ്, കുറവായി ചിന്തിച്ചാൽ കുറവാണ്. സന്തോഷത്തോടെ സ്വീകരിച്ചാൽ സന്തോഷം, വിഷമത്തോടെ സ്വീകരിച്ചാൽ അത് ഭാരം. ജോലിക്ക് പോകുന്നത് നല്ലതാണ്, പക്ഷേ കരുതലോടെ ജീവിക്കേണ്ട കാലമാണ്. എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും കരുതൽ വേണം. അല്ലെങ്കിൽ അപകടം പറ്റും. ഒരുപാട് നാളായല്ലോ വിക്രമ നമ്മൾ കണ്ടിട്ട്. സാറിന് ആവശ്യങ്ങളുണ്ടാവുമ്പോൾ സാറ് വിളിക്കും, കാണും. അല്ലാത്ത സമയത്ത് സാറ് വിക്രമനെ ഓർക്കില്ല, അത്രേ ഉള്ളൂ. അതങ്ങനെയാ വിക്രമ. നമ്മൾ പല ദിവസവും ഹോസ്പിറ്റലിന് മുന്നിലൂടെ കടന്നു പോകും. നമ്മുടെ സ്ഥിരം കൺസൾട്ടിംഗ് ഫിസിഷ്യന്റെ ഗേറ്റിന് മുന്നിലൂടെയും കടന്നു പോകും. എന്നാലും നമ്മൾ അവിടെ ഇറങ്ങി ആരെയും കാണാറില്ല, വിഷ് ചെയ്യാറില്ല. അതെന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് വിക്രമൻ. വിക്രമനെ കൊണ്ടൊരു ആവശ്യം വരുമ്പോഴല്ലേ വിളിക്കാനും കാണാനും തോന്നും.